ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു. പണിമുടക്കുന്ന നഴ്സുമാർ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ബേബി മെമ്മോറിയൽ, ഇക്ര, മലബാർ, മെയ്ത്ര ആശുപത്രികളിലെ നഴ്സുമാരാണ് പണിമുടക്കുന്നത്. സമരക്കാരുടെ മാനേജ്മെന്റ് പ്രതിനിധികൾ അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് ഇന്നലെ സംഘർഷമുണ്ടായിരുന്നു. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കത്തില്ല. കാരണം അവർ ഹോസ്പിറ്റലിനെതിരായിട്ടുള്ള ഒരു സ്പൈ വർക്ക് ചെയ്തത്. സ്പൈ വർക്ക് എന്ന് അയാൾ ഉദ്ദേശിക്കുന്നതിനാണ് സമരത്തിനെ അനുകൂലിച്ചു. സമരത്തിനെ ഈ ലോകത്തിലുള്ള എല്ലാ നഴ്സുമാരും അനുകൂലിക്കുന്നുണ്ട്. അപ്പോൾ സമരത്തിനെ അനുകൂലിച്ചെന്നും പറഞ്ഞൊരു ടെർമിനേഷൻ ലെറ്റർ തരാൻ പറ്റത്തില്ല. അതും പേഷ്യന്റിന്റെ ഇടയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ഹോസ്പിറ്റലിനോട് അത്രയേ ഉള്ളൂ, അല്ലേ? അത്രയേ ഉള്ളൂ താല്പര്യം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഹോസ്പിറ്റലിനോട് ഇപ്പം താല്പര്യം കാണിക്കുന്ന ഉള്ളി നഴ്സുമാരാണ്. ഇപ്പം എനിക്കൊരു പെട്ടെന്നൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിനുള്ളിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസിനെ അവിടുത്തെ ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നെന്ന്. അതായത് ഇപ്പം എനിക്ക് വോയിസ് മെസ്സേജ് ഉള്ളതാണ്, തെളിവുണ്ട് അതിന്. അതായത് ഒരു നേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ കുറേ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കാരണമല്ലേ, നേഴ്സുമാർ സമരത്തിന് പോയതുകൊണ്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് ചെയ്യുക, അങ്ങനെ ഉള്ളിൽ ഇപ്പോൾ പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പം ഈ മാനേജ്മെന്റ് ഭയങ്കര വഷളാക്കുന്നത്. ഇത് അവിടെയുള്ള മാനേജ്മെന്റാണ് ഇത് വഷളാക്കുന്നത്, അധികാരികളാണ് ഇത് വഷളാക്കുന്നത്. നേഴ്സസിനാണ് പേഷ്യന്റിനോട് ഇപ്പോൾ താല്പര്യം, അവരാണ് വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു സമരത്തിനോ ഞാൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ UN സപ്പോർട്ട് ചെയ്യണോ ചെയ്യണ്ടേന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഇതാണ്. അത് മാനേജ്മെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്കിനി ആ ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു കയറി അവിടെ ജോലി ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. പക്ഷെ അവർ തന്ന ലെറ്റർ മാറ്റി അടിച്ചു തരണം. നിങ്ങളുടെ കോൺട്രാക്ട് ഇനി ഇല്ല, അല്ലാതെ ടെർമിനേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ടെർമിനേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. മാന്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ സ്വയം റിസൈൻ ചെയ്ത് പൊക്കോളൂ. മെന്റലി ഹരാസ്മെന്റ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇന്ന് രാവിലെ ചോദിച്ചിരുന്നു ഭക്ഷണം എന്താ തരാത്തെന്നുള്ളത്. അപ്പൊ അവർക്ക് ആ ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല മാനേജ്മെന്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. മറ്റ് പ്രഷർ ഉണ്ടോ? ഈ സമരം അവസാനിപ്പിക്കണമെന്നൊരു പ്രഷർ മറ്റ് ആശുപത്രിയിൽ ഇപ്പോൾ ഉള്ള ജീവനക്കാരുടെ മുകളിലുണ്ടോ? ബാക്കി ആശുപത്രി ജീവനക്കാരിൽ നിന്നൊന്നും ഞങ്ങൾക്ക് പ്രഷറില്ല. അതായത് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കും, ഞങ്ങൾക്ക് ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഒരാഗ്രഹവും ഇല്ല. പക്ഷെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മിനിമം വേതനമായിട്ടുള്ള 40,000 രൂപ അടിസ്ഥാന ശമ്പളം അത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സമരം അവസാനിപ്പിക്കും. അതേസമയം സമരം അന്യായമാണെന്നാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ പറയുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, സംസ്ഥാനത്ത് സമീപകാലത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയ ശക്തമായൊരു സമരമാണ് നഴ്സുമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ന്യായമായ ആവശ്യം അവർ ഉന്നയിക്കുന്നു. അതായത് പല ആശുപത്രികളും 10,000-ഉം 20,000-ഉം മാത്രം ശമ്പളം നൽകുന്നു. അതുകൊണ്ട് എങ്ങനെ ഒരു കുടുംബം പോറ്റാൻ കഴിയുമെന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. ആ സമരത്തെയാണ് അന്യായമായ സമരമെന്ന് പറയുന്നത്. ആ സമരത്തെയാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ ഒരു ആശുപത്രിയിലെ ഡോക്ടർമാരാണ്, അതായത് ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഡോക്ടർമാരാണ് സമരം ചെയ്യുന്നതെങ്കിൽ ഈ മാനേജ്മെന്റുകൾ പലപ്പോഴും അവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങും, അവർക്ക് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കും. പക്ഷേ ഇവിടെ സാധാരണക്കാരായ ഏറ്റവും താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന, ഏറ്റവും ആശുപത്രികളിൽ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കുന്ന നേഴ്സുമാരുടെ ഈ സമരത്തെ അന്യായമാണെന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ നീതി നിഷേധം. മാത്രമല്ല, ഇവരുടെ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. എന്താണ് നേഴ്സുമാരുടെ സംഘടനയുടെ തീരുമാനം? ഇങ്ങനെ ഈ ആശുപത്രികളുടെ ഭീഷണിക്ക്, വെല്ലുവിളിക്ക് മുന്നിൽ വഴങ്ങുമോ അതോ കൂടുതൽ ശക്തിപ്പെടുമോ സമരം? ടോം, നമുക്കറിയാം നഴ്സിംഗ് പഠിക്കുന്നത് സാധാരണ കുടുംബത്തിലെ കുട്ടികളാണ്. അങ്ങേയറ്റം ജീവിത വരുമാനമില്ലാതെ ബുദ്ധിമുട്ടുന്ന കൂലിപ്പണിക്കാരുടെയും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പോകുന്നവരുടെയും കുടുംബങ്ങളിൽ നിന്ന് കുട്ടികളാണ് അവർ പഠിക്കുന്നത്. ഒട്ടും 10 ലക്ഷം രൂപ വായ്പയും മറ്റും എടുത്താണ് അവരുടെ വിദ്യാഭ്യാസം നടത്തുന്നത്. അതിനുശേഷം ഒരു ജോലിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ കേവലം 10,000 രൂപ മാത്രമാണ് അവർക്ക് ആശുപത്രി മാനേജ്മെന്റുകളിൽ നിന്നും ശമ്പളമായി ലഭിക്കുന്നത്. പരിചയസമ്പന്നയായ ഒരു നേഴ്സായി മാറിക്കഴിഞ്ഞാലും 15,000-20,000 രൂപകൾ മാത്രം ഒരു മാസം കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നമ്മൾ കണ്ടതാണ് 5-8 വർഷം മുമ്പ് ശക്തമായ നഴ്സിംഗ് സമരം നടന്നത്. ഒരു പെൺകുട്ടി ഒരു ആശുപത്രിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാനത്തൊട്ടാകെ വലിയ ഒരു സമരം പൊട്ടിപ്പുറപ്പെടുകയും പിന്നീട് നഴ്സുമാരുടെ ജീവിത നിലവാരം അല്പം മെച്ചപ്പെടുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങി. പിന്നെയും കാര്യങ്ങൾ പഴയപടി തന്നെ മാറുകയും മാനേജ്മെന്റ് രോഗികളെ ചികിത്സ നടത്തി കോടികൾ സമ്പാദിക്കുമ്പോഴും അതിന്റെ ഒരു വിഹിതം പോലും നഴ്സുമാർക്ക് നൽകാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും നമുക്കൊപ്പം ഇപ്പോൾ UN
സംഘടനയുടെ ഭാരവാഹികൾ തന്നെയുണ്ട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെയുണ്ട്. ആശുപത്രി മാനേജ്മെന്റുകളുടെ അസോസിയേഷൻ പറയുന്നത് ആശുപത്രിയിൽ ആരെങ്കിലും ഇപ്പോൾ ജീവൻ നഷ്ടമായാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് എന്നാണ്. ഒപ്പം നിങ്ങളൊരു സൂചനാ സമരമാണ് ഒരു ദിവസം നടത്തിയത്. അതിനുശേഷം പെട്ടെന്നൊരു അനിശ്ചിത സമരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുവാണ്. ഈ സമരം തുടർന്നാൽ മാനേജ്മെന്റുകൾ നിങ്ങൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? നമ്മുടെ പ്രതികരണം കഴിഞ്ഞ മാസം 21-ാം തീയതി നമ്മളൊരു സൂചനാ പണിമുടക്ക് പോലെ നമ്മൾ യുണൈറ്റഡ് നഴ്സിംഗ് അസോസിയേഷനുള്ള എല്ലാ ഹോസ്പിറ്റലും നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ലെറ്റർ കൊടുത്തതിൽ 5-ാം തീയതി നമ്മൾ സമ്പൂർണ്ണമായിട്ട് ഇറങ്ങുമെന്നും ആ 5-ാം തീയതി ഇറങ്ങുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ന്യായമായിട്ട് അവകാശങ്ങൾ നേടിയെടുക്കുകയാണെങ്കിലും ആ സമരത്തിൽ നിന്ന് നമ്മൾ പിന്മാറുമെന്നുള്ളൊരു സൂചന നമ്മൾ കൊടുത്തിട്ടുണ്ട്. മിനിമം 1333 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. അതൊരു മിനിമമാണ് നമ്മൾ ചോദിക്കുന്നത്. ആ പൈസ നമുക്ക് മാനേജ്മെന്റുകൾ തരാൻ തയ്യാറാണെങ്കിൽ ഈ സമരത്തിൽ നിന്നും നമ്മൾ പിന്മാറാനും തയ്യാറാണ്. അല്ലാത്ത പക്ഷം ഈ സമരം തുടർന്ന് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ നഴ്സുമാരുടെ തീരുമാനം. അല്ല, പക്ഷേ മാനേജ്മെന്റ് അസോസിയേഷൻ പറയുന്നത് ഇങ്ങനെ ഏകപക്ഷീയമായി ഒരു യൂണിയനോട് ചേർന്ന് ആലോചന നടത്തി മാത്രം സർക്കാരിന് ഇങ്ങനെ ഒരു ഉത്തരവിറക്കാൻ കഴിയില്ല. അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, നിയതമായ ചട്ടങ്ങളുണ്ട്. അതിനപ്പുറം ഒരു സമ്മർദ്ദത്തിന്റെ മുൾമുനിൽ നിന്ന് എങ്ങനെ ഈ ഒരു ശമ്പള വർധന എന്നുള്ള തീരുമാനം സർക്കാർ എടുക്കുമെന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അത് സർക്കാർ ഇപ്പോൾ ഒരു പ്രഹസനം പോലെ ശമ്പള പരിഷ്കരണം നടപ്പാക്കി. ആ ശമ്പള പരിഷ്കരണത്തിന് നഴ്സുമാർക്ക് 1333 രൂപയാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. 1333 രൂപ കിട്ടാത്ത ഒരു ശമ്പള പരിഷ്കരണമാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണമാണ് നഴ്സുമാർ സമരത്തിലേക്ക് ഇറങ്ങിയത്. സർക്കാരിന്റെ നിലവിലെ നടപടിയിൽ നിങ്ങൾക്ക് തൃപ്തിയില്ല? സർക്കാരിന്റെ ഈ തീരുമാനത്തോട് നമുക്ക് തൃപ്തിയില്ല. ഇനി മാനേജ്മെന്റ് ആണ് തീരുമാനിക്കേണ്ടത് ഈ സമരം എങ്ങനെ അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് മാന്യമായ, അതായത് 1333 രൂപ തരാൻ മാനേജ്മെന്റും തയ്യാറാണ്. സർക്കാരും കൂടി തീരുമാനിച്ച് തയ്യാറാണെങ്കിൽ ഈ സമരം ഇവിടെ വെച്ച് അവസാനിക്കും. അല്ല, കടുത്ത തീരുമാനങ്ങളിലേക്കാണ് ഇനിയും അസോസിയേഷൻ പോകാൻ ഒരുങ്ങുന്നത്. അപ്പൊ നഴ്സുമാരുടെ അസോസിയേഷൻ അതിനുപോലെയുള്ള തീരുമാനങ്ങളിലേക്ക് തന്നെ മുന്നോട്ട് പോകും. ഒരടി പോലും പിന്നോട്ട് വെക്കില്ല. ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം. ഇതിപ്പം വലിയ ചെലവാണ് അല്ലെ, ഈ ആശുപത്രി നടത്തുക വലിയ ചെലവാണ് എന്നാണ് അവർ പറയുന്നത്. ആരോഗ്യ സംവിധാനം നമുക്കറിയാം കേരളത്തിലെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ആശുപത്രികളുടെ പ്രവർത്തനം ഏതാണ്ട് താളം തെറ്റി നിൽക്കുന്നു. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്തം എല്ലാം നഴ്സുമാരിലേക്കാണ് ഇപ്പോൾ മാനേജ്മെന്റ് ചുമത്തുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ അവർ ചെയ്യുള്ളൂ. ഇപ്പം ഇത്രയും നാളും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് നഴ്സുമാർ ഇന്റഗ്രൽ പാർട്ടാന്നുള്ളത് അവർക്കറിയാം. എങ്കിൽ പോലും നഴ്സുമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ അവർ ഇതുവരെ ഒരു ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നഴ്സുമാരെ ആവശ്യമാണെന്നുള്ള ഒരു സൈഡിൽ കൂടെ പറയുമ്പോൾ പോലും നഴ്സുമാരുടെ അവകാശങ്ങൾ അവർ തച്ചടക്കുകയാണ്. അപ്പോൾ ഇതിനവർ ചർച്ചയ്ക്ക് തയ്യാറാവണം. നഴ്സുമാരുടെ മിനിമം ആവശ്യങ്ങൾ അവർ സാമാന്യമായിട്ട് അവർ അംഗീകരിക്കണം. ഇപ്പം മാനേജ്മെന്റ് അങ്ങനെ ഒരു അനുകൂല തീരുമാനം അല്ല ഇതുവരെ അവർ കൈക്കൊണ്ടിരിക്കുന്നത്. അവർ അനുകൂലമായ തീരുമാനങ്ങൾ എന്തുകൊണ്ട് കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കേണ്ടത്. ബിക്കോസ് ഇവർ നമ്മുടെ മിനിമം ആവശ്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്, അല്ലാണ്ട് നമ്മൾ വേറെ കൂടുതലായിട്ടൊന്നും ആവശ്യപ്പെടുന്നില്ല. നമ്മൾ മിനിമം 1333 രൂപ ഡെയിലി വേജസ് ആണ് ആവശ്യപ്പെടുന്നത്. ഇപ്പം നിലവിൽ അവർ ഡെയിലി വേജസിന് വേണ്ടി 1500 രൂപയും ഫുഡും താമസവും കൊടുത്തിട്ട് ഡെയിലി വേജസിന് വേണ്ടി അവർ ആൾക്കാരെ ഇറക്കിയിരിക്കുകയാണ്. അപ്പം 1500 രൂപ ഒരു ഡെയിലി വേജസിന് ഒരാളെ കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അവിടെ സ്ഥിരമായി ഇത്രയും കാലങ്ങളോളം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫിന് എന്തുകൊണ്ട് അവർ 1333 രൂപ കൊടുക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല? ഇതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം. എന്തായാലും നമുക്ക് നഴ്സുമാരിലേക്ക് തന്നെ പോകാം. എവിടെയാണ് ജോലി ചെയ്യുന്നത്? മൈത്ര ഹോസ്പിറ്റൽ കാലിക്കറ്റ്. എത്ര വർഷമായി ജോലിക്ക്? 2 വർഷം. 2 വർഷം. ഇപ്പൊ എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്? 28. നിങ്ങൾ എത്ര വലിയ പണം മുടക്കിയാണോ പഠിച്ചത്? എങ്ങനെ സാമ്പത്തികമായുള്ള വീടുകളിൽ നിന്നാണോ അതോ സാധാരണ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അച്ഛന് കൂലിപ്പണിയാണ്. നമ്മൾ ഒത്തിരി ലക്ഷങ്ങൾ മുടക്കിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്ക് അതുപോലും എഡ്യൂക്കേഷൻ ലോൺ പോലും അടച്ചു തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താമസം, ഭക്ഷണം, അങ്ങനെ മറ്റ് ഹോസ്റ്റലാണ്. നമുക്ക് ഹോസ്റ്റലിൽ റെന്റ് കൊടുക്കണം, ഫുഡിന് പൈസ കൊടുക്കണം. എല്ലാം നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്തുകൊണ്ടിട്ടാണ്. ഒന്നും നമുക്ക് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഹോസ്റ്റൽ റെന്റും കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. എവിടെയാണ് ജോലി? ഞാൻ മൈത്ര തന്നെ. എത്ര വരുമാനമുണ്ട്? 28,000 ആണ്. ഇതുകൊണ്ട് കാര്യങ്ങൾ നടക്കുമോ? ഇതുകൊണ്ട് നമുക്ക് ഒരു മന്ത്ലി ജീവിച്ചു പോകാന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് സേവിങ്സ് ആയിട്ട് ഒന്നുമില്ല. ആ മാസം കഴിയുമ്പോഴത്തേനും ആ കിട്ടുന്ന പൈസ തീരും. റെന്റായിട്ടും ഫുഡായിട്ടും ഇവിടുത്തെ എക്സ്പെൻസ് ആയിട്ടും അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ കഴിയുമ്പോഴത്തേനും അതിനുള്ള പൈസയെ കിട്ടുന്നുള്ളൂ.
നമുക്ക് സേവ് ചെയ്യാനോ ഫ്യൂച്ചറിലോട്ട് എന്തെങ്കിലും ആവശ്യത്തിനോ നമുക്കിപ്പോൾ സ്പെഷ്യലി ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് അത്രയും കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു ഫാമിലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ പിള്ളേരുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ എക്സ്പെൻസ് അല്ലാതെ എന്തെല്ലാം എക്സ്പെൻസ് ഉണ്ട് അതൊന്നും ഈ തുച്ഛമായ സാലറി വെച്ചൊന്നും നടക്കാൻ പറ്റില്ല. അത് ഇതാണ് ടോം ലക്ഷങ്ങൾ മുടക്കി പഠിച്ച ഒരു യുവതലമുറയാണ്. അവരാണ് ഈ തെരുവിൽ ഈ സമരവുമായി ഇപ്പോഴും തുടരേണ്ട അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യെസ്, അങ്ങേയറ്റം ഗതികേട് കൊണ്ടാണ് ഈ നഴ്സുമാർക്ക് സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഇവരുടെ സമരം ന്യായമാണ്. ഈ ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണം, മാനേജ്മെൻറ്റുകൾ തയ്യാറാകണം. ഇവർക്ക് മാന്യമായ ശമ്പളം ഉറപ്പാക്കാൻ ഭരണകൂടത്തിനും ഉത്തരവാദിത്തമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.